ദൈവം എളിയവരെ സ്നേഹിക്കുന്നവനാണ്, എളിയവരെ കരുതുന്നവനാണ്, അവരെക്കുറിച്ച് ആലോചിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ദൈവം ന്യായപ്രമാണ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിങ്ങൾ വിളവ് കൊയ്തെടുക്കുന്ന സമയത്ത് എളിയവരെ, പാവപ്പെട്ടവരെ നിങ്ങൾ ഓർക്കണം. അവർക്ക് ആവശ്യമായ കുറച്ച് കതിരുകൾ നിങ്ങളുടെ വയലിൽ നിങ്ങൾ വിട്ടുകളയണം എന്ന് പറയാനിടയായി. പാവപ്പെട്ട ആളുകളെ ദൈവം കരുതുമോ? തീർച്ചയായും ദൈവം അവർക്കായി കരുതും. തെളിവെന്താണ്? നമുക്ക് കാണാൻ കഴിയും ന്യായപ്രമാണ പുസ്തകത്തിൽ പാവപ്പെട്ടവരെക്കുറിച്ച് ദൈവം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണുവാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മൾ പണി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കഷ്ടതയ്ക്കനുസരിച്ച പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. രണ്ടാമത് നമ്മൾ ബഹുമാനം കൊടുക്കണം. വീട്ടിലുള്ള ആളുകളെയും അതുപോലെ പുറത്തുള്ളതായ ആളുകളെയും ബഹുമാനിക്കുന്നതിൽ കൂടി നമ്മൾ ചെയ്യുന്നതായ പണിയിൽ നമുക്ക് വിജയം നേടും. അതുപോലെ തന്നെ നമുക്ക് പുകഴ്ചയും ലഭിക്കും. ആരെയും ബഹുമാനിക്കാത്തതായ ആളുകൾ, എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന ആളുകൾ, ചെയ്യുന്നതായ ജോലിയോട് അല്പം പോലും ആത്മാർത്ഥത പുലർത്താത്ത ആളുകൾ, ജോലി ചെയ്യുന്നതായി എടുത്ത് സഹപ്രവർത്തകരുമായി വഴക്കുണ്ടാക്കുന്ന ആളുകൾക്കൊന്നും സാധാരണമായിട്ട് ചെയ്യുന്ന ജോലിക്കൊരു പ്രതിഫലം നേടാൻ കഴിയുകയില്ല. അടുത്തത്, കഷ്ടതയ്ക്കനുസരിച്ച പ്രതിഫലം നമുക്ക് നേടണമെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. ഇതിനോട് അടിസ്ഥാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. രൂത്തിന്റെ കാര്യമറിയാൻ കഴിയും. തന്റെ സാഹചര്യം മോശമായതുകൊണ്ട് ആഹാരം കഴിക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടായി തീർന്ന അവസ്ഥ. അതുകൊണ്ട് അമ്മായിമ്മയോട് പറയുകയാണ്: പ്രിയമാതാവേ, നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ ബഹുമാനം കൊടുക്കുന്നു. തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്നതായ സ്ത്രീ ആയിരുന്നില്ല ഇവിടെ രൂത്ത്. വീട്ടിലുള്ള പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുന്നവളാകൊണ്ട് പറയുകയാണ്, അമ്മായിമ്മയോട് പറയുകയാണ്: എനിക്ക് അനുവാദം തരികയാണെങ്കിൽ ഞാൻ പോയി ജോലി ചെയ്യാം. മോളെ, നീ ഏത് ജോലിയാണ് ചെയ്യുന്നത്? അപ്പോൾ രൂത്ത് പറയുകയാണ്: എന്നെപ്പോലൊരു പാവപ്പെട്ടവൾക്ക്, എന്നെപ്പോലെ ഒരു സാധാരണക്കാരിക്ക്, എന്നെപ്പോലെ ആശ്രയം ആരുമില്ലാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സേവിക്കുന്ന ദൈവം ന്യായപ്രമാണത്തിൽ ഒരു വിധി കൽപ്പിച്ചിട്ടുണ്ടല്ലോ. കൊയ്ത്തു നടക്കുമ്പോൾ ദരിദ്രർക്ക് വേണ്ടി കുറച്ച് കതിരുകൾ അവിടെ വിടണമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ ഞാൻ ചെന്ന് അങ്ങനെ വയലിൽ ഇടുന്നതായ കതിരുകൾ പെറുക്കിക്കൊണ്ടുവരാം. കൊയ്ത്തു നടക്കുന്ന സ്ഥലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി അവർ ഇടുന്നതായ കതിരുകൾ ഞാൻ പെറുക്കിക്കൊണ്ടുവരാം. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. അവൾ പറയുകയാണ്: ഞാൻ കടന്നുപോയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി, ആരും സഹായമില്ലാത്തവർക്കായി വയലിൽ ഉപേക്ഷിക്കുന്നതായ കതിരുകൾ പെറുക്കി അത് ഞാൻ കൊണ്ടുവരാം. അത് വളരെ താഴ്മയോട് ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇവൾ കടന്നു ചെന്ന് കതിരുകൾ പെറുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഇവൾ ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരു സ്ത്രീയാകുന്നുവെന്ന്. വിധവയായിരിക്കും, ആരുമില്ലാത്തവളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ വിചാരിക്കുമെന്ന് പറഞ്ഞ് അവൾക്കത് ലജ്ജയായിട്ട് തോന്നിയില്ല. അവൾ കടന്നു ചെന്നതായ ആ ദേശത്ത് തന്നെ താഴ്ത്തുവാനായിട്ട്, തൻ്റെ സ്ഥിതി എന്താണോ, സാഹചര്യം എന്താണോ, അതനുസരിച്ച് താഴ്മയോടെ ഒരു കാര്യം ചെയ്യാൻ അവൾ ലജ്ജിച്ചില്ല. നമ്മിൽ പലരും ഇങ്ങനെ പറയാറുണ്ട്: ഇന്ന ജോലി കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരു ജോലിക്കും പോവുകയില്ല എന്നൊക്കെ പറയാറുണ്ട്. ചിലർ പലപ്പോഴും എൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഇപ്രകാരം പറയാറുണ്ട്: ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, 8 വർഷമായിട്ട് എനിക്ക് ജോലിയില്ല എന്ന് പറയാറുണ്ട്. ശരി, ഏത് ജോലിക്ക് വേണ്ടിയാണ് ശ്രമം നടത്തുന്നത്? ഞാൻ ഇപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമം നടത്തുകയാണ്. ആ ജോലി തന്നെ എനിക്ക് കിട്ടണം. 8 വർഷമായിട്ട് ഞാൻ ജോലിയില്ലാതെ ഭാരപ്പെടുകയാണ്. പലപ്പോഴും 3 നേരം ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട്, ഉയർന്ന ജോലി തന്നെ എനിക്ക് കിട്ടണം, സെൻട്രൽ ഗവൺമെൻറ് ജോലി വേണം, അമേരിക്കയിലേക്ക് പോകണം, ഓസ്ട്രേലിയയിൽ തന്നെ പോകണം, ഇംഗ്ലണ്ടിൽ തന്നെ പോകണം, വേറെ എവിടെയും ജോലിയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ദയവചെയ്ത് കേൾക്കുക, അതൊരു നല്ല രീതിയല്ല. നീ ആഗ്രഹിക്കുന്നതായ ഒരു ജോലി, ആ ജോലി നിനക്ക് തീർച്ചയായിട്ടും ലഭിക്കും. എന്നാൽ ഇന്ന് നിനക്ക് ജീവിക്കണമെങ്കിൽ ആഹാരം കഴിക്കണം. ആഹാരം കഴിക്കണമെങ്കിൽ ഒരു ജോലി ചെയ്യണം. ഒരു ചെറിയ പണിയാണെങ്കിലും ശരി, നീ അത് ചെയ്യണം. അതൊരു ഓഫീസ് ബോയ് ആകട്ടെ, അല്ലെങ്കിൽ ഹോട്ടലിൽ പാത്രം ക്ലീൻ ചെയ്യുന്ന വ്യക്തിയാകട്ടെ, അല്ലെങ്കിൽ ചെരുപ്പ് കടയിൽ നിൽക്കുന്ന വ്യക്തിയാകട്ടെ, അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ബോയിയാ നിൽക്കുന്നതാകട്ടെ. എന്താണ് ബ്രദറെ, ഞാൻ PG പഠിച്ചവനാണ്, ഞാൻ PhD കഴിഞ്ഞവനാണ്, ഞാനിപ്പോൾ ഹോട്ടലിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണമെന്നാണോ പറയുന്നത്? അതോ ചെരുപ്പ് കടയിൽ പോയി നിൽക്കണമെന്നാണോ പറയുന്നത്? എന്താണ് അങ്ങീ പറയുന്നത്? യെസ്, ആദ്യം നിന്നെ തന്നെ താഴ്ത്തുക. വളരെ എളിയ ഒരു പണിയാണ്. ദാവീദ് സഞ്ചിയിൽ കുറച്ച് അപ്പക്കഷ്ണങ്ങളുമായി പോകുന്നു. അവിടെയുള്ള ആളുകളുടെ ബഹളം കേട്ടിട്ട് ചോദിക്കുകയാണ്: എന്താണ് അവിടെ പറയുന്നത്? അവിടെ എന്താകുന്നു പ്രശ്നം? അവൻ പറയുകയാണ്: ഒരാൾ മുൻപോട്ട് വന്നാൽ മതി. ഒരുവൻ മുൻപോട്ട് വന്ന് ഇവനെ കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലമായി രാജകുമാരിയെ തന്നെ വിവാഹം കഴിപ്പിച്ച് തരുമെന്ന്. അത് കേട്ടപ്പോൾ ദാവീദ് പറയുകയാണ്:
സൈന്യങ്ങളുടെ അധിപതിയായിരിക്കുന്നതായ യഹോവയെ തള്ളിക്കളയുവാൻ തക്കവണ്ണം ഇവൻ ആരാണ്? ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് 5 കല്ലും ഒരു കവണിയുമായിട്ട് കടന്നു പോകുന്നു. ഗോലിയാത്തിന്റെ നേരെ എയ്യുന്നു, അവനെ കൊന്നുകളയുന്നു. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് ആ രാജ്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവനൊരു വലിയ എന്തു പറയുന്നു, വീരനായി, അല്ലെങ്കിൽ യുദ്ധവീരനായി, വലിയ പരാക്രമശാലിയായി പേരും പ്രശസ്തിയും നേടിയെടുത്തു. സൺഡേ സ്കൂളിൽ ദാവീദിനെക്കുറിച്ച് കഥ പറയുകയാണെങ്കിൽ ആദ്യം ഏത് കഥയാണ് പറയുന്നത്? ദാവീദും ഗോലിയാത്തും. ദാവീദിനെക്കുറിച്ച് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ്? അവൻ ഗോലിയാത്തിനെ കൊന്നതാണ്. എന്നാൽ ഈ ഗോലിയാത്തിനെ കൊല്ലുവാനുള്ള അവസരമാകട്ടെ, രാജ്യത്തിൽ വലിയ പേരും പ്രശസ്തിയും നേടിയെടുക്കാനുള്ള അവസരമാകട്ടെ, ദാവീദിന് എങ്ങനെയാണ് ലഭിച്ചത്? ദാവീദ് എന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ടുകൊടുക്കുവാനായി ഇറങ്ങിപ്പുറപ്പെട്ടു. സ്വയം എളിയവനായിട്ട് തന്നെ താൻ ജീവിച്ചു. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ കഷ്ടപ്പെടണം. ഞങ്ങൾക്ക് ലഭിച്ച ജോലികൾ വിശ്വാസവഞ്ചന കൂടാതെ ചെയ്യണം. വീട്ടിലുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. ജോലി ചെയ്യുന്നതായ ഇടത്ത് സഹപ്രവർത്തകരെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ കർത്താവ് ഏത് ഉത്തരവാദിത്തമാണോ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് വളരെ വിശ്വസ്തയോടെ താഴ്മയോടെ ചെയ്യണം. അപ്പക്കഷ്ണങ്ങളുമായിട്ട് സഹോദരങ്ങളുടെ അരികിൽ പോവുക എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അത് കേട്ട് അനുസരിച്ച് പോകുവാൻ ഇടയായി. അതെ, ആ താഴ്മയുടെ സ്വഭാവമായിരുന്നു ദാവീദിനൊരു വീര ശൂരപരാക്രമിയാക്കി മാറ്റിയത്. രാജ്യം മുഴുവനും അവന്റെ പേരും പ്രശസ്തിയും ഉണ്ടാകാനിടയായി. താഴ്മയിൽ അനുഗ്രഹങ്ങൾ ഉണ്ട്. നീ എളിയവരെയും ദരിദ്രരെയുമൊക്കെ അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. ഇത് ദാവീദിന്റെ ജീവിതത്തിൽ കൂടി, എളിയവന്റെ ജീവിതത്തിൽ കൂടി തെളിയിക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മധ്യയിലുള്ള സകല മക്കളെയും അനുഗ്രഹിക്കണമേ. അവരെത്ര എളിയവരാണെങ്കിലും ശരി, അവരെ അനുഗ്രഹിച്ച് അനേകർക്ക് അനുഗ്രഹ വിഷയമാക്കി നീ മാറ്റണമേ. അവരെ ഉയർത്തണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.